ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. ഇന്ന് ഞാൻ മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതേ മടിയാണ്. അതിൻ്റെ കൂടെ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല കിടിലം മഴയും കൂടെ ആയപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉള്ള മടി കുറച്ചും കൂടി കൂടത്തേ ഉള്ളൂ. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് ഞാൻ എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ കുറേ നേരം കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. കുറച്ച് ദിവസം വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ വർക്ക്സും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. ക്ലാസ്സസ് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഞാൻ രാവിലെ തൊട്ടേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ടയർഡ്നെസ്സും അതുപോലെ തന്നെ മടിയും ഒക്കെ തന്നെയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ജോലിയിലേക്ക് കടന്നു. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, ഞാൻ മ്യൂസിക് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അപ്പോൾ പാട്ട് പഠിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലേസിനെസ് ഒക്കെ തന്നെ മാറും കേട്ടോ. പിന്നെ നമ്മൾ അതിൽ മാത്രമേ ഇൻവോൾവ് ആവത്തുള്ളൂ, വേറെ ഒന്നും തന്നെ നമ്മൾ ചിന്തിക്കത്തില്ല. അപ്പോൾ ആ ഒരു സമയങ്ങളിലൊക്കെ തന്നെ നല്ല ആക്റ്റീവായിട്ടാണ് ഇരുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് എൻ്റെ കുറേ പെൻഡിങ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ തന്നെ ഞാനിങ്ങനെ എടുത്ത് തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പോഴും നല്ല ടയേർഡ്നെസ് ഉണ്ടായിരുന്നു, നല്ല മടി ഉണ്ടായിരുന്നു. നോർമലി ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ ഞാൻ ചെയ്യാറുള്ളത് കുറേ വെള്ളം അങ്ങ് കുടിക്കാറാണ് പതിവ്. അങ്ങനെ അത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടും ഇരിക്കുന്നത്. നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ച് നമ്മുടെ റൊട്ടീൻസൊക്കെ ഒന്ന് മാറുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പ്രശ്നമാണിത്. പിന്നെ ഞാൻ വളരെ റീസെൻ്റായിട്ട് വ്ളോഗിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ചെറിയ തോതിൽ മൈഗ്രെയിൻ പ്രശ്നങ്ങളും അതുപോലെ തന്നെ സൈനസൈറ്റീസിൻ്റെ ഇഷ്യൂസൊക്കെ തന്നെയുണ്ട്. അപ്പോൾ കുറേ നേരം നമ്മൾ സ്ട്രെസ്സ് കൊടുത്ത് ഇപ്പം ക്ലാസ് എടുക്കുമ്പോഴായാലും അല്ലെങ്കിൽ എഡിറ്റിങ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള തലവേദനയാണ്. കുറേ നേരം എനിക്കിപ്പോൾ ലൈറ്റിലൊന്നും നോക്കി നിൽക്കാൻ പറ്റുന്നതൊന്നുമില്ല. ഭയങ്കരമായിട്ടുള്ള തലവേദനയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്താണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വളരെ റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്, സംഗീതഭൂഷണം. അപ്പോൾ അതിൻ്റെ ബുക്കും നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്ക്സ് ഉണ്ട്, അസൈൻമെൻറ്റ്സ് കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതാനും അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാനൊന്ന് ആ ഒരു കുറച്ച് സമയം കൊണ്ട് ചെയ്ത് തീർക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു ഓറഞ്ച് ഇരിക്കുന്നത് കണ്ടു. എന്നാൽ പിന്നെ ഓറഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോർമലി എൻ്റെ ഒരു മടി പിടിച്ച ദിവസം ഇങ്ങനെയാണ്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണം, എന്നാൽ പിന്നെ ചെയ്യാനും മടിയാണ് എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എന്നെപ്പോലെ ഇങ്ങനെ മടിയുള്ളവരുണ്ടാവും. അപ്പോൾ ഞാൻ നോർമലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മടിയുണ്ടെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. ഒരുവിധം കുഴപ്പമില്ലാതൊക്കെ വിജയകരമാവാറും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഇന്നത്തെ ദിവസം പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ഏതെങ്കിലും നല്ലൊരു ടോപ്പിക്ക് വ്ലോഗിങ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ഈ ഒരു അവസ്ഥ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇന്നത്തെ എൻ്റെ അവസ്ഥയെന്ന് നിങ്ങൾക്കങ്ങ് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം കടന്നു പോയത്. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, മെഡിസിൻ കഴിഞ്ഞിട്ട് എന്താണ് പരിപാടി, ആ ഫീൽഡിലേക്കൊന്നും പോകുന്നില്ലേ? ഞാൻ ആ ഫീൽഡിൽ തന്നെ ഉണ്ട്, മ്യൂസിക് തെറാപ്പി സെഷൻസ് ചെയ്യുന്നുണ്ട്. കുറച്ചധികമായിട്ട് ഞാൻ മ്യൂസിക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ വിശേഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.